ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ ഞണ്ട് കുട്ടപ്പന്മാരെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഞണ്ടിനെ എടുക്കുക. അതിൻ്റെ കടിക്കുന്ന കാല് ആദ്യം റിമൂവ് ചെയ്യുക. ഓൾറെഡി അവിടെ നിന്ന് കയർ വെച്ച് കെട്ടിയായിരിക്കും നമുക്ക് ഞണ്ടിനെ തരുന്നത്. ഈ കയർ അഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഞണ്ടിൻ്റെ കാല് രണ്ടും റിമൂവ് ചെയ്യണം. അതിനുശേഷം ഒരു കത്രികയോ അല്ലെങ്കിൽ ഒരു കത്തിയോ ഉപയോഗിച്ച് നമ്മളതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ഇളക്കുക. ഇളക്കിയതിന് ശേഷം അതങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലോണം കഴുകുക. എന്നിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് അത് ക്ലീൻ ചെയ്യുക. കാരണം ഇത് കായലിലൊക്കെ കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ കാലിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് അഴുക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ലോണം ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് നമ്മൾ പതുക്കെ ഇളക്കണം. ഇളക്കുമ്പോൾ അത് രണ്ടായിട്ട് വരും. ഈ രണ്ട് കഷ്ണങ്ങളിൽ ഒരു കഷ്ണം അങ്ങ് മാറ്റി വെക്കുക. അതിൽ ഞണ്ടിൻ്റെ ബാക്കിയുള്ള ഭാഗം അതിൻ്റെ അകത്തുള്ള എന്താ പറയുക, അതിൻ്റെ പൂവ് അതിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റുക. അത് നമുക്ക് ആവശ്യമില്ല, അത് കളയാനുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് വീണ്ടും അതിൻ്റെ അകവശമെല്ലാം നല്ലോണം ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഒരു ഞണ്ടിനെ മാറ്റി വെക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച അതിൻ്റെ പുറത്തെ തോടുണ്ടല്ലോ, ആ തോടെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു കട്ടുണ്ട്. ആ കട്ട് നമ്മൾ റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ ഭാഗം കുറച്ച് കട്ടിയായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കട്ടിയുള്ള സാധനങ്ങൾ കൊണ്ട് അതിനെ എന്ത് ചെയ്യണം? ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കട്ടെടുത്ത് മാറ്റണം. ഈ കട്ട് പൊട്ടാതെ സൂക്ഷിക്കണം. ഈ കട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ആ കട്ടാവും. പിന്നെ എന്നിട്ട് നമ്മളെ കറിയിൽ അതായിക്കഴിഞ്ഞാൽ കറി കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് പൊട്ടാതെ നമ്മൾ ഈ കട്ട് റിമൂവ് ചെയ്ത് മാറ്റണം. അപ്പോൾ പതുക്കെ വലിച്ചെടുക്കുക. സൂക്ഷിച്ച് നല്ലോണം കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. ഇതാണ് അതിൻ്റെ കട്ട്. ഇതെടുത്ത് മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉൾവശം കഴുകണം. നല്ലോണം കഴുകിയെടുക്കണം. കാരണം കട്ട് പൊട്ടിയതിന് എന്തെങ്കിലും ഒരു അവശിഷ്ടം അതിനകത്തുണ്ടെങ്കിൽ കറി കഴിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കട്ടെടുത്ത് മാറ്റിയതിന് ശേഷം വെള്ളം ഉപയോഗിച്ച് നല്ലോണം കഴുകിയിട്ട് ഒരു സ്പൂണിൻ്റെ പുറകുവശം കൊണ്ട് നല്ലോണം ഇളക്കി എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇങ്ങനെയാണ് ഞണ്ട് ക്ലീൻ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.